നമസ്കാരം. വാർത്തകൾ ഉണ്ടാവുകയല്ല, വാർത്തകൾ ഞങ്ങളെപ്പോലുള്ള വാർത്താ ചാനലുകാർ വാർത്തെടുക്കുകയാണ്. വാർത്തകളില്ലാതെ വരുമ്പോഴാണ് പല വാർത്താ ചാനലുകളും പൂട്ടിപ്പോയി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഞങ്ങളുടെ ഈ QTV എന്ന വാർത്താ ചാനൽ ഒരിക്കലും പൂട്ടിപ്പോകില്ല, കാരണം ഞങ്ങൾക്ക് ആവശ്യത്തിന് വാർത്തയുണ്ട്. നമസ്കാരം, ഞാൻ PP പ്രതാപൻ, QTV പ്രധാന വാർത്തകൾ. സാറേ, പ്രധാന വാർത്ത എഴുതിയിട്ടില്ല. എന്തായി കാണിക്കുന്നത്? വാർത്ത ഓണേറി പോയിക്കൊണ്ടിരിക്കുക. അയ്യോ ആണോ? നമസ്കാരം. വാർത്തയ്ക്ക് ഒരു ചെറിയ ഇടവേള. പ്രതാപ, വാർത്ത വായിക്കാൻ വന്ന വാർത്ത വായിച്ചോളണം. അല്ലാതെ ഇവിടെ കിടന്ന് പുള്ള കളിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വാർത്ത നീ കേൾക്കും. എന്തു വാർത്ത? നിന്റെ ജോലി പോയി എന്നുള്ള വാർത്ത. അതിനിപ്പോ വായിക്കാനുള്ള വല്ല വാർത്ത ഉണ്ടാവണ്ടേ? എടാ, വാർത്ത ഉണ്ടാവുകയല്ലോ, നമ്മൾ ഉണ്ടാക്കുകയല്ലേ. അതിനുണ്ടാക്കാൻ എന്തെങ്കിലും വേണ്ടേ? നീ രാവിലെ ക്യാമറ തൂക്കിക്കൊണ്ട് പോയതാണല്ലോ, വല്ല വാർത്തയും കിട്ടിയാ? വാർത്ത കിട്ടിയില്ല, പക്ഷെ വരുന്ന വഴിക്ക് വേറൊരു സാധനത്തിന് കിട്ടി. എന്താണ്? കരിപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീനിക്ക. അയാളെ കിട്ടിയിട്ട് എന്ത് കാര്യം? പുള്ളിക്കാരൻ സ്വന്തം വീടിന്റെ ടെറസിന്റെ മുകളിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. അതിനെ കുറിച്ചൊരു ഇന്റർവ്യൂ എടുക്കാം. അതെ, ഈ മീൻ കൃഷിയെ കുറിച്ചൊക്കെ ഈ വാർത്തയെ കാണിച്ചു കഴിഞ്ഞാല് ആൾക്കാർ TV ഓഫാക്കിയിട്ട് മീൻ മേടിക്കാൻ പോകും. നമുക്ക് അങ്ങനെയല്ല, വിവാദമായ വാർത്തയാണ് നമുക്ക് വേണ്ടത്. ഈ മൊയ്തീന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിവാദം ഉണ്ടായിട്ടുണ്ടോ? വാദം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാ, പുള്ളിക്കാരൻ ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു കല്യാണത്തിന് പോയിട്ടേ കൈ കഴുകിയതാണ് ബിരിയാണി കഴിച്ചിട്ട്. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ ഒരു പെൺകുച്ചിന്റെ മേത്തൊന്ന് മുട്ടി. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ച്. അന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ അത് സ്ത്രീപീഡനം എന്നൊക്കെ പറഞ്ഞ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ പുള്ളിക്കാരൻ മാപ്പൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് ഒതുങ്ങി പോയാ കേസ്. മതി മതി, ഇത്ര മതി. നമുക്ക് ഈ ചെറിയ പീഡന കേസും ഈ മത്സ്യകൃഷിയും കൂടെ കൂട്ടിക്കൊഴിച്ചൊരു വലിയ പെൺമാണിപ്പ കേസാക്കി മാറ്റാം. അതെങ്ങനെ ശരിയാവും? നീ എന്ത് ചോദിച്ചാലും അയാൾ മത്സ്യകൃഷിയെ കുറിച്ചല്ലേ മറുപടി പറയുള്ളൂ. മതി, പുള്ളി മത്സ്യകൃഷിയെ കുറിച്ച് മാത്രമേ പറയാവൂ. അങ്ങനെ പറഞ്ഞാലേ ഇതൊരു പെൺമാണിപ്പ കേസായി മാറൂ. ആണോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പുള്ളിയെ കൊണ്ട് വിളിച്ചോ, കൊണ്ട് മേക്കപ്പ് ഇട്ടോ. പിന്നെ ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടച്ചപ്പ് എന്ന് പറയുമ്പോൾ ചെവി പൊത്തി ടച്ചപ്പ് ചെയ്യണം. ചെവി പൊത്തി പിടിക്കണം. എന്തിനാ? ചില കാര്യങ്ങൾ പുള്ളി കേൾക്കാനുള്ളതല്ല, അത് പ്രേക്ഷകർ കേൾക്കാനുള്ളതാണ്. നീ വെക്കോ. ഞാൻ വിളിക്കുമ്പോ പുള്ളിയും കൂടെ കൊണ്ടുവന്നാ മതി. ഓക്കെ? ക്യാമറ ഓൺ ചെയ്യ്. നമസ്കാരം, QTV എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു നീചനായ പീഡകന്റെ പീഡന കേസിന്റെ ചുരുളുകൾ അഴിയുകയാണ് ഈ എക്സ്ക്ലൂസീവ് ന്യൂസിലൂടെ. കാത്തിരിക്കുക, ഇടവേള. ഇങ്ങോട്ടെടുത്തോ. എന്താ നമ്മളീ കാണുന്നത്? ഇത് കൊള്ളാലോ മോനെ സെറ്റപ്പ്. നമ്മൾ ആദ്യമായിട്ടാണ് TV മുറി വന്നത്. ഇതാണ് വാർത്താ മുറി. ആണല്ലേ? നിങ്ങൾക്ക് കുറച്ച് പച്ച പെയിന്റ് ഇവിടെ അടിക്കായിരുന്നു, നല്ല രസമായിരുന്നു. പച്ച വാർത്തയാണല്ലോ നമ്മൾ വിടുന്നത് എപ്പോഴും. അല്ലേ മോനെ? ഈയാണ് ഇവിടെ എല്ലാ വാർത്ത വായിക്കുന്നില്ലേ? അതെ, ഞാനാ വായിക്കുന്നത്. PP പ്രതാപൻ. ഈയാണോ PP-ല്ലേ? അല്ല മോനെ, അനക്കെന്ത് കിട്ടും? എനിക്ക് ശമ്പളം കിട്ടും. ആണല്ലേ? അപ്പൊ ഈ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മക്കെന്ത് കിട്ടും? ഇക്കല്ലേ കിട്ടാൻ പോകുന്നത്. ആണല്ലേ? നമ്മള് ഫേമസ് ആവാൻ പോവേ. പിന്നെ ഫേമസ് ആവാൻ പോവല്ലേ? അപ്പൊ നമ്മുടെ ഈ മത്സ്യകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പൊ പറയരുത്. പിന്നെ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി, തുടങ്ങിയിട്ടില്ലത്. അപ്പൊ നീ ചോദിക്കുമ്പോ നമ്മള് പറഞ്ഞാ മതി. മത്സ്യകൃഷിയെ കുറിച്ചൊക്കെ എല്ലാം അറിയാവോ? എന്തൊട്ടട പുള്ളി, 5-6 കൊല്ലായിട്ട് നമ്മൾ ചെയ്യണല്ലേ ഇത്. എല്ലാ കാര്യങ്ങളും നമ്മള് മണി പോലെ അങ്ങോട്ട് പറയും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ ഇക്ക പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. നമ്മളൊരു പച്ച മനുഷ്യനല്ലേന്ന്. എന്റെ പൊന്നിക്ക ഒന്ന് ഗ്ലാമർ ആയിട്ട് ഇരുന്നോട്ടെ. എന്നാ നമ്മളിവിടെ ഇരുന്നോട്ടെ. ഇവിടെ അല്ലെന്ന്, അവിടെ പോയി മേക്കപ്പ് ചെയ്യ്. ഏടെ മോനെ പെയിന്റ് അടിക്കുന്ന സ്ഥലം എവിടെയത്? അവിടെയാണ്. മേക്കപ്പ് ചെയ്യണതിന്റെ ഇടയില് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വാസവനെ എന്റെ കെട്ടിയോളെയൊക്കെ ഒന്ന് വിളിച്ച് പറയണം. എല്ലാരും അറിയട്ടെ ഞാൻ TV-യിൽ വരാൻ പോണ കാര്യം. മോനെ കണ്ണു പൊത്തിക്കൊണ്ട് പോ. കണ്ണല്ല ചെവിയില് പൊത്തണ്ട. ഇട വഴി അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോട്ട് കയറി വരും. അതിനെ കണ്ണു പൊത്തിക്കൊണ്ട് പോകാൻ. നമസ്കാരം, വാർത്തകൾ തുടരുന്നു. 6 വർഷക്കാലം മുമ്പ് ഒരു കല്യാണത്തിന് പോയപ്പോൾ ജനസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും പിന്നീട് കുറെ കാലം ഇവിടുന്ന് മുങ്ങി നിന്ന് തിരിച്ചു വന്ന് കരിപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയും ചെയ്ത മൊയ്തീൻ എന്ന ഒരു പീഡകന്റെ മുഖം മൂടി നമ്മൾ ഇന്ന് വലിച്ചു കീറുകയാണ്. അദ്ദേഹത്തിന്റെ പീഡന കഥകൾ അദ്ദേഹം ഒരു ലജ്ജയുമില്ലാതെ ഇന്ന് ഈ QTV-യിലൂടെ തുറന്നു സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഇങ്ങോട്ടെടുത്തോ. എങ്ങനെയുണ്ട് മോനെ മേക്കപ്പ് ചെയ്തിട്ട്? നമ്മൾ ആളാകെ മാറിയില്ലേ? പിന്നെ മാറിയിട്ടുണ്ടെന്നോ? ഇനി ഇക്ക മാറാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അങ്ങനെ അല്ല, മാറാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങാല്ലേ? പിന്നെ തുടങ്ങാം. എല്ലാം അവസാനിക്കാൻ പോവല്ലേ? അങ്ങനെ അല്ല, ഇക്കാടെ കഷ്ടപ്പാടെല്ലാം അവസാനിക്കാൻ പോവല്ലേ? അങ്ങനെ ലൈറ്റ്സ് ഓൺ, ക്യാമറ സ്റ്റാർട്ട്. QTV എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ. അതെ, മൊയ്തീൻ. നമുക്ക് നേരിട്ട് ന്യൂസിലേക്ക് വരേക്കാം. വന്നോളി. നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെന്ന് നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നിയത്?
ഈ സംഭവല്ലേ ആ. അതായത് നമ്മള് കൊറേ കാലമായിട്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുകയാണ്. ഇതൊന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവൂന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പിന്നൊരു സമയവും സന്ദർഭമൊക്കെ ഒത്തിയിട്ടിപ്പോ നമ്മളങ്ങോട്ട് ചെയ്ത്. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഒരു സന്ദർഭത്തിന് വേണ്ടി മിസ്റ്റർ മൊയ്തീൻ. പറയ ബേബി. അല്ല, നിങ്ങൾ സമൂഹത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? എന്താണ് ഈ പറയണത്? അതിനകത്ത് ഇപ്പൊ ഇത്ര മോശം തൊട്ടാണ്. എന്താണ്? അല്ല, ആദ്യം ഇത് ചെയ്യണോ വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കായിരുന്നു. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ത്രില്ല് നമുക്ക് മനസ്സിലായത്. ഇതിപ്പോ നമ്മൾ മാത്രമല്ല, എന്തോരം ആൾക്കാർ ചെയ്യണ്. എടാ, ഈ ഒരു പ്രാവശ്യം ചെയ്തു നോക്ക്, അപ്പോഴല്ലേ അതിന്റെ ത്രില്ല് മനസ്സിലാവുള്ളൂ. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ ചെയ്യിക്കാനുണ്ട്. കേട്ടില്ലേ ഈ മനുഷ്യന്റെ അനാശാസ്യ പ്രവർത്തനങ്ങൾ? ഇദ്ദേഹമോ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ക്ഷണിക്കുകയാണ് ഈ വൃത്തികെട്ട മനുഷ്യന്റെ കൂടുതൽ വൃത്തികേടുകളിലേക്ക്. നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങ് പോയില്ലല്ലോ. അതല്ല ഇക്ക, നമുക്ക് വാർത്തയിലേക്ക് തിരിച്ചു വരാമെന്ന്. അങ്ങനെ തിരിച്ചു വരാം. ഇക്ക, ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് വീടിന്റെ ടെറസ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്തിട്ടുള്ളവരാണല്ലോ. പക്ഷെ അവരൊക്കെ ചെയ്ത് എവിടെയാണ്? ഇത് ഈ കണികണ്ട പുഴവക്കത്തും തോടിന്റെ അറമ്പത്തും അങ്ങനത്തെ ഉള്ള സ്ഥലത്തൊക്കെ ഇല്ലായിരുന്നോ? അപ്പൊ നമ്മളൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ടെറസ് മോള് തെരഞ്ഞെടുത്തത്. അതാകുമ്പോ നാട്ടുകാരുടെ നോട്ടം കിട്ടൂലെന്ന്. നമുക്കിത് രഹസ്യമായിട്ട് അങ്ങനെ നടത്താമല്ലോ. ഇക്കയുടെ ഭാര്യ പാത്തുമ്മ ഈ പ്രവൃത്തിയെ എതിർത്തില്ലേ? അല്ലല്ല, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യാൻ പോയപ്പോ നമ്മൾ ഓളോട് പറഞ്ഞു, എടി നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ്, എനിക്ക് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവളോട് പറഞ്ഞു, ഏയ് ഈ പരിപാടി ഇവിടെ പറ്റൂല, ആ പൂതി മനസ്സിലാച്ചായിരുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ 4 ദിവസമായിട്ട് പട്ടിണി കിടന്ന് എനിക്കിത് ചെയ്യണോ എന്നും പറഞ്ഞ് നിരാകാരം കൊണ്ട് കിടന്നു. നമ്മളൊരു ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടിയപ്പോൾ ഓള് പറഞ്ഞ് എന്തായാലും ആട്ടെ നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞ്. അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത്. തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്ക് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഓളാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓളാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്കൊരു കൃഷിയായിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് കൃഷി ആക്കിയത്. അപ്പൊ ഇതൊരു കൃഷിയാക്കി കഴിഞ്ഞു നിങ്ങള്? നല്ല ലാഭമുള്ള കൃഷിയല്ലേടാ. അല്ലക്ക, ഏത് പ്രായത്തിൽപ്പെട്ട ഇനങ്ങളെയാണ് ഈ കൃഷിക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അത് പിന്നെ മോനെ, നല്ല ചെറു പ്രായത്തിലേ നമ്മുടെ കയ്യിൽ കിട്ടണം, എന്നാലാണ് ഇത് ഇണങ്ങി കിട്ടുള്ളൂ. മനസ്സിലായില്ല? ഇത് ആദ്യം കൊണ്ടുവരുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു പെടയൊക്കെ പിടയ്ക്കും. പക്ഷെ ഇണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ലത്. അങ്ങനെ ഇണങ്ങിയ ഇനങ്ങളെ നമുക്ക് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം, നല്ല കാശ് കിട്ടും മോനെ. അപ്പൊ ഈ ആവശ്യക്കാരിങ്ങനെ പുറത്തുനിന്ന് നമ്മുടെ വീട്ടിൽ വരും. അപ്പൊ നമ്മൾ ടെറസ് മോളിൽ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് കിടത്തിയിട്ട് പറയും, ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തോ എന്ന് പറയും. അപ്പോൾ ഓര് സെലക്ട് ചെയ്തിട്ട് ഇവർ ബോംബെ, കൽക്കട്ട, മദ്രാശി ഇങ്ങടൊക്കെ കയറ്റയക്കും. ബോംബെക്ക് കയറ്റയക്കണം മോനെ, ഏറ്റവും കൂടുതൽ കാശ് അവിടെ നിന്നാണ്. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഭാര്യ പാത്തുമ്മ കേട്ടോ. ഓളാണ് കച്ചവടത്തിന് മിടുക്കി. ഇതെന്ത് വൃത്തികെട്ട കുടുംബം! കേട്ടില്ലേ നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്? ഭർത്താവിന്റെ എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുന്ന സ്വന്തം ഭാര്യ, പുതിയ പുതിയ പെൺകുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാര്യ, ഭർത്താവിന്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികളെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് മറിച്ചു വെക്കുന്ന ഭാര്യ. ഇവരുടെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വൃത്തികേടുകൾ കേൾക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. നമുക്ക് വീണ്ടും ന്യൂസിലേക്ക് തിരിച്ചു വരാം. സംഭവം കലക്കിട്ടാ, ന്യൂസ് കത്തി കയറിയാണ്. അതെയാ? ഒടുക്കത്തെ റേറ്റിംഗ് ആണ്, ആൾക്കാർ മൊത്തം നമ്മുടെ ചാനലിൽ കാണുന്നത്. ഇനി റേറ്റിംഗ് കേറാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അതെ, കുറച്ചും കൂടി കൂട്ടിക്കോ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വാസവും വന്നിട്ടുണ്ട്. എവിടെ? പുള്ളിയുടെ ശത്രു. ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ വന്നാ കേറ്റി വിട്ടേ. കേറ്റിവിട്. ഒരു കാര്യം ചെയ്യാൻ മുമ്പ് ഈ ഇക്കായെ കൊണ്ട് മേക്കപ്പ് റൂമിലെടുത്ത്. ഏടൊക്കെ കൊണ്ടാണ് നിങ്ങള്? അല്ല, ഇക്ക അകത്ത് പോയി മേക്കപ്പ് ചെയ്യ്. അല്ല, ഇവിടെ അല്ലേ മേക്കപ്പ് ചെയ്യണത്? ഇവിടെ ടച്ചപ്പ് അല്ലേ ഉള്ളൂ. മേക്കപ്പ് ചെയ്ത് സുന്ദരമായിട്ട് വാ. എന്നോട് അപ്പനെ പറഞ്ഞല്ലേടാ, ടച്ചപ്പ് അല്ല നമുക്ക് വേണ്ടത്, മേക്കപ്പാണ്. വാങ്ങിട്ട്. നമസ്കാരം, വീണ്ടും എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം. QTVയിലെ ഈ ന്യൂസ് കണ്ട് നാട് മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഈ വൃത്തികെട്ട മനുഷ്യനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരത്തിലെങ്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വാസവൻ നമ്മളുടെ QTVയുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിലേക്ക് നമുക്ക് കടന്നെല്ലാം അദ്ദേഹത്തെ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. എന്തിനാണ് ഐസ്ക്രീം? എന്റെ രക്തം തിളയ്ക്കാൻ ഒന്ന് തണുപ്പിക്കാനാ. തണുപ്പിക്കരുത്. ആ തിളപ്പ് നമുക്ക് ആവശ്യമുണ്ട് ഇവിടെ. എവിടെ ആ വൃത്തികെട്ടവൻ? പറയാ. അദ്ദേഹം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വരും. അതിനു മുമ്പ് നമുക്ക് തുടങ്ങാം. അവന്റെ ഒരു മേക്കപ്പ് അവനോട് ഇറങ്ങി വരാൻ പറ.
നമസ്കാരം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തിളച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ പ്രതികരണത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? പാടില്ലായിരുന്നു. അതെ, ഇതുപോലെ ഒരു സ്ത്രീ പീഡനം ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു. അതല്ലെന്ന് എനിക്ക് പാടില്ലായിരുന്നു. ശക്തമായിട്ട് വൈക്കലക്കം പിടിക്കുക. ഞാൻ ആശുപത്രിയിൽ പാടില്ല കിടക്കുകയായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു ശരീരം ഇളക്കരുത്, ഇനിയും ഇളക്കം വരും എന്ന്. എങ്കിൽ പിന്നെ താങ്കൾ കൂടുതൽ ഇളകണ്ട. എന്റെ വയറ് മാത്രമല്ല, ഈ സംഭവത്തിന്റെ പേരിൽ ഈ സംസ്ഥാനം മുഴുവൻ ഞാൻ ഓടി നിന്ന് ഇളക്കും, നാറ്റിക്കും. കട്ടായം. കട്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവ്, പറഞ്ഞോളൂ. കട്ടായിന്നല്ല പറഞ്ഞ, ഞാൻ ഊന്നി പറഞ്ഞതാ. അല്ലാതെ ആരാണ് പ്രതിപക്ഷ നേതാവ്? വാസവനല്ലേ ഇത്? നമസ്കാരം. ഇതാ ഒരു അപൂർവ നിമിഷമാണ് നിങ്ങൾ കാണുന്നത്. പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഈ സ്റ്റുഡിയോയിൽ ഇതാ നേരിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇവിടെ എന്തും സംഭവിക്കാം. അല്ല, എന്താ പരിപാടി? ഈ TV കണ്ടാണോ അല്ലേ? കണ്ടല്ലോ. കണ്ടു. ഇങ്ങനെയാണ് ആൾക്കാർ ഫേമസ് ആവേണ്ടത്. കണ്ടു പഠിക്ക്. ഈ വക വൃത്തികെട്ട പരിപാടി ചെയ്തിട്ടല്ല ഫേമസ് ആവേണ്ടത്. അതിലിപ്പം തൊട്ടടോ ഇത്ര വലിയ വൃത്തികേട്? ഇതൊരു കൃഷിയായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നല്ലേ? എന്റെ ടെറസ് വെറുതെ അടക്കല്ലേ? നമുക്ക് രണ്ടുപേർക്കും കൂടി ആട് കൃഷി തുടങ്ങിയാലോടോ? ഒരു ഉളുപ്പും ഇല്ലാത്ത രീതി വർത്താനം പറയാൻ പഠിച്ചല്ലോ താൻ. എന്റെ ഭാര്യ എങ്ങാനും അറിഞ്ഞാ വെച്ചേക്കല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളെന്താണ്ട് പീഡനം ചെയ്ത പോലെയാണല്ലോ ഈ പറയുന്നത്. അപ്പൊ ചെയ്തില്ലെന്നാണോ പറയാൻ വരുന്നത്? അല്ലാന്ന് നമ്മക്കൊരു പിടി കിട്ടപ്പെടുത്താവ്. എന്താ ഇയാളീ പറയുന്നത്? ഈ നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടിരിക്കുക തന്റെ ഈ വർത്താനം. നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റായ മൊയ്തീനിക്കായ്ക്ക് പുതിയ പുതിയ ഇനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായ പാത്തുമ്മ ഈ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അത് ശരി, ആ ചരക്ക് കൂടെ എത്തിയിട്ടുണ്ടോ? എന്നാ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ. ആരേത്? പാത്തുമ്മ ഈ TV കണ്ടിട്ടുണ്ടാവൂല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ? എന്തൊക്കെ വൃത്തികേടുകളാണോ നിങ്ങൾ TV കൂടെ വിളിച്ചു കൂവിയത്? എല്ലാം നശിപ്പിച്ചില്ലടോ കൊലോലെ. എന്താണ് പാത്തുമ്മ ഇങ്ങനെ പറയണത്? ഇത് ആൾക്കാരൊക്കെ കേൾക്കും, TV കൂടി കണ്ടോണ്ടിരിക്കല്ലേ? എന്റെ പഠിച്ചോനെ, നമ്മുടെ മുഖ്യമന്ത്രി നാട് നീള ജനസമ്പർക്ക പരിപാടിയായിട്ട് നടക്കുമ്പോ നിങ്ങൾ വീടിന്റെ മുകളിൽ ജനന സമ്പർക്ക പരിപാടിയായിട്ട് നടക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. എന്റെ റബ്ബേ, എന്താണ് പാത്തുമ്മ ഈ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറയില്ലേന്ന്? ആവശ്യമില്ലാത്ത കാര്യമാണോ താൻ ചെയ്ത വൃത്തികേടല്ലേ ആ പെണ്ണുമ്പിള്ള ഇവിടെ എന്ന് പറഞ്ഞത്? നമ്മൾ എപ്പോഴാണോ മനുഷ്യ നിങ്ങൾക്ക് ചെറുപ്രായത്തിലുള്ള പെമ്പിള്ളാരെ കൊണ്ട് തന്നത്? പാത്തുമ്മ പ്രതാപാ, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണത്? നമ്മൾ എന്ത് തെറ്റാടോ ചെയ്തത്? നിങ്ങളല്ലേ പറഞ്ഞത് ടെറസിന്റെ മുകളിൽ പെൺമാണിപ്പം നടത്തിയതെന്ന്? അല്ല പ്രതാപ, അത് പെൺവാണിപ്പല്ല, അത് മീൻ വാണിപ്പം. ഇപ്പൊ നിങ്ങൾ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ലിക്ക. സത്യങ്ങൾ മുഴുവൻ ജനം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയിരിക്കുകയാണ്. മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത. ഇദ്ദേഹം 6 വർഷത്തിന് മുമ്പ് കല്യാണത്തിന് പോയപ്പോൾ ഇദ്ദേഹത്താൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഇപ്പോൾ ഈ ന്യൂസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ പെൺകുട്ടിയെ നമുക്ക് ഇവിടേക്ക് സ്വാഗതം ചെയ്യാം. പ്രതാപ, ഈ നല്ല തട്ടാണല്ലോ എനിക്കിട്ട് തട്ടിക്കൊണ്ടിരിക്കണത്. കൊച്ചിന്റെ ഏടോ കണ്ട മാതിരി ഉണ്ടല്ലോ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒന്ന് ഓർത്തു നോക്കേ. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ? അങ്ങനെ കേറി ഇറങ്ങി പോവാൻ നമ്മൾ എന്താണ് പാണ്ടിലോറിയാണോ വാസവ? കല്യാണ വീട്ടിൽ വെച്ച് താൻ പീഡിപ്പിച്ച പെങ്കൊച്ചാ ഇത്. ഇല്ലാന്ന് 6 കൊല്ലം മുമ്പ് ഈ കൊച്ചു ഭയങ്കര ചെറിയ കൊച്ചായിരുന്നില്ലേ ഇത്? അന്ന് ചെറിയ കൊച്ചായിരുന്നു. ഇപ്പൊ കൂടെ ഇത്ര ഒരു കൊച്ചുകൂടെ ഉണ്ട് കൂടെ. അതേതാണ് ആ പുള്ള? ഒന്നും അറിയാത്ത ഒരു പുള്ള. പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. കുട്ടി സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എന്നാ ഞാൻ പറയട്ടെ. പറഞ്ഞോ. 6 വർഷം മുമ്പ് ഒരു കല്യാണ വീട്ടിൽ വെച്ച് പ്രസിഡന്റ് എന്റെ ദേഹത്ത് മുട്ടി. അന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതൊരു പീഡനമായിരുന്നു എന്ന്. ഇപ്പൊ TV കൂടെ ന്യൂസ് കണ്ടപ്പോഴാ 6 വർഷം മുമ്പ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന്. ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ ഉണ്ട്. ഈ ചേട്ടനും എന്റെ ദേഹത്ത് മുട്ടി. ഞാൻ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടോ? പെണ്ണെ, ഇവമേ പാല് കൊടുത്ത കഴിക്കാൻ തിരിച്ചു കൊത്തിയേനെ. അവിടെ വായിലെ പഴയം കുത്തി കയറ്റി അവൻ മെനക്കെട്ട വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ? പഠിച്ചോനെ, ഇത് നമ്മൾ എന്തൊക്കെ കാണണം? നിങ്ങളെ പണ്ടാരടങ്ങി പോകുള്ളൂ മനുഷ്യ. വാസവ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അക്ഷമരികാരം കൊടുക്കണം. അല്ലാന്ന് വാസവ, ഇതങ്ങോട്ട് ഒതുക്കി തീർക്കാണെങ്കിൽ അനക്ക് ഞാൻ ചെലവ് ചെയ്യാന്ന്. ഈ നിക്കണ പെണ്ണിനും തന്റെ കൊച്ചിനും ചെലവിന് കൊടുത്താ മതി. എന്റെ കൊച്ച എന്താ ഈ പറയണത്? പിന്നെ എന്റെ കൊച്ചാണോ? എന്റെ അല്ലാന്ന്. എന്റെ അല്ല. നമസ്കാരം. കുട്ടി ആരുടേതാണെന്നുള്ള തർക്കം പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തകൾ പുതിയ വഴിത്തിരിവിലേക്ക്. ആട്ടെ, ഇതിനെക്കുറിച്ച് എന്താണ് പാത്തുമ്മയ്ക്ക് പറയാനുള്ളത്? ഈ ബലാല് പിടിച്ചവനെ ഇനി നമുക്ക് വേണ്ട. എന്റെ പാത്തു, നിങ്ങളെ നമ്മൾ തലാക്ക് ഇല്ലാൻ പോവാണ്. വേണ്ട. 1-ാം തലാക്ക്, വേണ്ടെന്ന്. 2-ാം തലാക്ക്, പാത്തു, 3-ാം തലാക്ക്.
എന്നാലും എന്റെ പ്രതാപ ഈ എന്നോട് ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയി. ഇതുപോലുള്ള ചതികളാണ് ഞങ്ങളെപ്പോലുള്ള വാർത്താ ചാനലുകാരെ പിടിച്ചു നിർത്തുന്നത്. വാർത്തകൾ അവസാനിക്കുന്നില്ല, വാർത്തകൾ ഉണ്ടാവുകയല്ല, ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്താണ് ഇക്കയ്ക്ക് അവസാനമായി പറയാനുള്ളത്? അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു വാർത്തയാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ക്യൂ ചാനലിലെ PP പ്രതാപന്റെ ശവസംസ്കാരം നാളെ രാവിലെ 10:30. അതിന് ഞാൻ മരിച്ചിട്ടല്ലേ? പക്ഷെ അന്നെ നമ്മളിപ്പോ കൊല്ലൂലോ. അയ്യോ